ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രീം തയ്യാറാക്കി എടുക്കലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ഇരട്ടി മധുരത്തിൻ്റെ വേരും അതുപോലെ തന്നെ മഞ്ചിഷ്ടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹെർബ്സിൽ ആയുർവേദത്തിൽ ഒരുപാട് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്കതൊന്ന് കുറച്ച് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും സൂട്ടാവും വേണം. നമ്മൾ ആ രീതിക്കാണ് ചെയ്തു വരുന്നത് ഓരോ കാര്യങ്ങളും. എങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് പറ്റാതെ വരുമ്പോൾ നമ്മളത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ കാര്യങ്ങളിലും ഒരെണ്ണം നമ്മുടെ സ്കിന്നിന് അലർജി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾ തന്നെയാണ് അലർജി ഉണ്ടാക്കുന്നത്. വേറെ ആരുള്ള നമ്മുടെ മഞ്ചിഷ്ടയാണ് കേട്ടോ. അപ്പോൾ ഇത് പറയാൻ കാരണം നിങ്ങൾക്കറിയാലോ ഞാൻ ജെല്ല് സെയിൽ ചെയ്യുന്ന കാര്യം. അപ്പോൾ അതിനകത്ത് ലൈറ്റനിങ് ജെല്ലെന്ന് പറഞ്ഞൊരു ജെല്ലുണ്ട്. നമ്മുടെ 7 ആയുർവേദ കൂട്ട് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജെല്ലാണത്. ആ കൂട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഹെർബ്സാണ് നമ്മുടെ ഈ ഒരു മഞ്ചിഷ്ട. ഈ മഞ്ചിഷ്ട നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനായിട്ടും പാടുകൾ കുറയ്ക്കാനായിട്ടും സൂപ്പറായിട്ട് നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. പക്ഷേ ഇതിനകത്തൊരു നെഗറ്റീവ് കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു മഞ്ചിഷ്ട സൂട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ നിറച്ച് പിമ്പിൾസും വരും. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കളർ നല്ല രീതിക്ക് ഡള്ളാവും ചെയ്യും. നമുക്ക് കോഫി പൗഡർ ഉപയോഗിച്ചിട്ടുണ്ടായിട്ടുള്ള അതേ അനുഭവം തന്നെയായിരുന്നു എനിക്ക് ഇതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. പേഴ്സണലി പറയാലോ, എനിക്ക് ഈ ഒരു മഞ്ചിഷ്ട സൂട്ടല്ല, എൻ്റെ ഫേസിലേക്ക് സൂട്ടല്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് നല്ല സൂട്ടാണ് കേട്ടോ. ആളുടെ സ്കിന്ന് നല്ല രീതിക്ക് തന്നെ ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ലൈറ്റൻ ജെൽ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഹസ്ബൻഡ് മാത്രമല്ല, നിങ്ങൾക്ക് ജസ്റ്റ് കമ്മ്യൂണിറ്റി ടാബിനകത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒത്തിരി പേർക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഞ്ചിഷ്ട സൂട്ട് ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റിസൾട്ടായിരിക്കും നമ്മുടെ ഫേസിൽ കാണാൻ പറ്റുക. അതല്ല നമുക്ക് മഞ്ചിഷ്ട ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിൻ ടോണിങ് കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ കോഫി പൗഡർ ഉപയോഗിച്ചിട്ട് അറിയാലോ, ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കോഫി പൗഡർ ഉപയോഗിച്ച് ചിലർക്ക് സ്കിന്ന് നല്ല രീതിക്ക് ഡള്ളാവും. ആ രീതിക്ക് തന്നെയാണ് നമുക്ക് ഈ ഒരു മഞ്ചിഷ്ടയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് കേട്ടോ. നമ്മുടെ സ്കിൻ ടോൺ നല്ല രീതിക്ക് ഡള്ളാവുകയും ചെയ്യും. അത് പോരാഞ്ഞിട്ട് നമ്മുടെ ഫേസ് നിറച്ച് പിമ്പിൾസും വരും. ഓക്കെ, അപ്പോൾ മഞ്ചിഷ്ട സൂട്ടാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു നമ്മൾ ഇന്നത്തെ ചെയ്യാൻ പോകുന്ന ഈ ഒരു വീഡിയോക്കകത്ത് നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. അതല്ലെങ്കിൽ അത് ഉപയോഗിക്കാതെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഞാനിവിടെ ലിക്വറൈസ് മാത്രം എടുക്കുന്നുള്ളൂ. ലിക്വറൈസ് എടുത്ത് നല്ല രീതിക്ക് കഴുകി അതിൻ്റെ ആ ഒരു മണ്ണും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് കുത്തിച്ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഓരകല്ല് ഉപയോഗിച്ചിട്ട്. ഇനി നമ്മളിതിനകത്തേക്ക് വേറൊരാളെ കൂടി ചേർക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഏലക്കായ ആണ് കേട്ടോ. നമ്മൾ ഗരം മസാലയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് ഇടുന്ന ആ ഒരു ഏലക്ക, അതാണ് ഇതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു 10 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തേക്ക് നമ്മളങ്ങ് കുത്തിച്ചതച്ചോട്ട് വരികയാണ് കേട്ടോ. കുത്തി നമ്മുടെ അതിനകത്തുള്ള ആ ഒരു സീഡ്സ് പുറത്ത് വരുന്ന രീതിക്ക് നന്നായിട്ട് കുത്തി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരു ലിക്വറൈസിൻ്റെ വേരും, ലിക്വറൈസ് എന്ന് പറഞ്ഞാൽ ഇരട്ടി മധുരമാണ് കേട്ടോ. ഇരട്ടി മധുരത്തിൻ്റെ വേരും അതുപോലെ തന്നെ ഏലക്കയുടെ ആ ഒരു കുത്തിച്ചതച്ചതും കൂടി എടുത്ത് നമ്മൾ ഒരു പാത്രത്തിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് 1 or 2 ഗ്ലാസ്സൊക്കെ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പക്ഷെ നമ്മൾ ഈ വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു കഷായ പരുവത്തിലാക്കി കൊണ്ടുവരിക ചെയ്യുന്നത്, നല്ല കട്ടിയുള്ള കഷായം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് നിങ്ങൾ എത്ര എണ്ണം അളവെടുക്കുന്ന അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 1 or 2 എന്നൊക്കെ നിങ്ങൾക്ക് എടുത്തു കൊടുക്കാം. പക്ഷെ നിങ്ങൾ ആ ഒരു വെള്ളം വറ്റിച്ചെടുക്കേണ്ടി വരും. അതും ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. മാക്സിമം 1 ഗ്ലാസ്സെങ്കിലും ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ല രീതിക്ക് അങ്ങ് വറ്റിച്ച് കൊണ്ടുവരികയാണ്. അടച്ച് വെച്ച് വേണം നമ്മൾ ഈ ഒരു കൂട്ട് വറ്റിച്ച് കൊണ്ടുവരാനായിട്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഒരു കൂട്ട് റെഡി ആവും. നമ്മളിത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തു വരാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടപ്പങ്ങ് മാറ്റി നോക്കുകയാണേ. അപ്പോൾ നമ്മുടെ കൂട്ട് നല്ല രീതിക്ക് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിപ്പ് ഉപയോഗിച്ചിട്ട് അങ്ങ് അരിച്ചു മാറ്റാം കേട്ടോ. ഏകദേശം നമുക്കൊരു 2 ടേബിൾ സ്പൂണോളൊക്കെ നമുക്ക് ആ ഒരു കൂട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ലിക്വറൈസിൻ്റെ എക്സ്ട്രാക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്രീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് കണ്ടല്ലോ, അത് അത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ലിക്വറൈസിൻ്റെ എക്സ്ട്രാക്റ്റ്. നമുക്കിത് ഫ്രിഡ്ജിനകത്ത് വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അങ്ങ് സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 20-25 ദിവസം വരെയൊക്കെ നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. ആവശ്യാനുസരണം നമുക്ക് ആ ഒരു ക്രീം പോലെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ചാലും മതിയാകും, നല്ല ഫ്രഷ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു കൂട്ടത് തണുക്കാനായിട്ട് സമയം കൊടുക്കുകയാണ്. തണുത്ത് വന്നതിന് ശേഷം നമ്മളിതിനകത്തേക്ക് നമ്മുടെ ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ നോർമൽ ആലോവേറ ജെൽ, ഗ്രീൻ ടീ ചേർത്തിട്ടുള്ള നോർമൽ ആലോവേറ ജെല്ലാണ് ചേർക്കുന്നത്. അത് ഏകദേശം ഒരു 2 സ്പൂണോളം ഉണ്ടാവും കേട്ടോ. അത് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിറം കൺസിസ്റ്റൻസിയിൽ കിട്ടും. കൂട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രീം കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ ആ ഒരു ആലോവേറ ജെൽ അങ്ങ് ഉപയോഗിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഡ്രൈ സ്കിന്നുകാർ മസ്റ്റായിട്ടും നിങ്ങൾക്ക് ഗ്ലിസറിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽസ്, നിങ്ങളുടെ ഫേസിന് സൂട്ടാവുന്ന ഓയിൽസ് ചേർക്കാനായിട്ട് നോക്കുക.
നോർമൽ സ്കിന്നുകാർക്കും ഓയിൽ സ്കിന്നുകാർക്കും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ആക്കി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ വൈറ്റനിങ് ക്രീം റെഡി ആയിട്ട് വന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ പറയുകയാണേ, നിങ്ങൾ ഈ ഒരു ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് മാക്സിമം വേര് തന്നെ എടുക്കാനായിട്ട് നോക്കുക. പൗഡർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും, പക്ഷെ വേരാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് റിസൾട്ട് നമുക്ക് തരുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ വേര് തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഈ രീതിക്ക് ഉപയോഗിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൂപ്പർ റിസൾട്ട് ആയിരിക്കും. നിങ്ങൾക്ക് ദിവസവും രാത്രി ഇത് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനിയിപ്പോൾ രാത്രി ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകലും ഉപയോഗിക്കാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു കൂട്ട് ഫ്രിഡ്ജിനകത്ത് വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നിങ്ങൾ ഒരുപാട് നാളത്തേക്കുള്ളൊന്നും ഉണ്ടാക്കി വെക്കേണ്ട, ഒരു 10 ദിവസത്തേക്കുള്ളത് ഉണ്ടാക്കി വെക്കുക. എന്നതിന് ശേഷം വീണ്ടും ആ ഒരു 10 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും പുതിയത് ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു മാറ്റം നമ്മുടെ താഴെ ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.